അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം പറയുന്നു, നിന്റെ ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് നീ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. ഞാനിത് പറയുമ്പോ എന്നോടാർക്കും കംപ്ലൈന്റ് വേണ്ട. ഞാൻ മരിക്കുമ്പോൾ എനിക്ക് വേണ്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി ഖുർആൻ ഓതി പ്രാർത്ഥിക്കണമെന്ന് എന്റെ ഇഷ്ടമാണ്. അത് മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ഇഷ്ടപ്പെടുമ്പോഴാണ് എന്റെ ഈമാൻ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അവരെ വഴിക്ക് പോകാം. പക്ഷേ സ്വന്തമൊന്ന് നെഞ്ഞത്ത് കൈവച്ച് അവനവന്റെ ആഖിറം ചിന്തിക്കണം കേട്ടോ. നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട അമ്പിയാക്കളുടെ പ്രാർത്ഥന, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ പിൻഗാമികൾ എന്റെ മദ്ഹ് പറയുന്നവരായും എന്റെ പിൻഗാമികൾ എന്റെ ബഹുമാനവും നന്മയും പറയുന്നവരായും നല്ല നാവിനെ എനിക്ക് നീ ആക്കിത്തരണം അല്ലാഹ്. അമ്പിയാക്കൾ ആഗ്രഹിക്കുന്നു അവരെ കാലശേഷമുള്ളവർ അവരുടെ മദ്ഹ് പറയണമെന്ന്, അവരെ ബഹുമാനം പറയണമെന്ന് അമ്പിയാക്കൾ ആഗ്രഹിച്ചിട്ട് റബ്ബിനോട് ചോദിച്ചു വാങ്ങുകയാണ്. എന്നാ സഹോദരന്മാരെ, ഞാൻ മരിച്ചാൽ എന്റെ കുറ്റവും കുറവും പറയുന്നതിന് പകരം എന്നെ ഓർമ്മിക്കുന്നൊരു സമൂഹം, എനിക്ക് പ്രാർത്ഥിക്കുന്നൊരു സമൂഹം, എനിക്ക് ഖുർആൻ ഓതുന്നൊരു സമൂഹം വേണമെന്ന് ചിന്തിക്കൽ എന്റെ താല്പര്യമല്ലേ? എങ്കിൽ അതാ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ബദരീങ്ങൾക്കും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും നമ്മളെ ബാപ്പാക്കും ഉമ്മക്കും ബന്ധപ്പെട്ടവർക്കും അതുപോലെ പിൻഗാമികൾ പ്രാർത്ഥിക്കണമെന്നും അവരെ ബഹുമാനം പറയണമെന്നും അവരുടെ മദ്ഹ് പാടുകയും പറയുകയും ചെയ്യണമെന്നും ചിന്തിക്കുന്നത് ഈമാനല്ലേ? അവനവന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടേണ്ടതില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. നീ നിനക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം. എന്നാൽ തകുൻ മുസ്ലിമാ, അപ്പോൾ നീ ഒരു മുസ്ലിമാകും. അപ്പോഴാ നീ ഒരു മുസ്ലിമാകുന്നത്. അത് ഇസ്ലാമാണ്, അത് ഈമാനാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, വലാ തുക്സിരിൽ ളിഹ്ക. ഓ അബൂ ഹുറൈറ, നീ ചിരി വർദ്ധിപ്പിക്കണ്ട. കൂടുതൽ ചിരിക്കുന്നത് മനസ്സിനെ നിർജീവമാക്കി കളയും. മനസ്സെപ്പോഴും അല്ലാഹുവിലുള്ള ചിന്തയിൽ സജീവമാകണം. മനസ്സെപ്പോഴും ദിക്റിലും ഔറാദിലും സജീവമാകണം. മനസ്സെപ്പോഴും എന്റെ രഹസ്യം റബ്ബറിയുന്നു, എന്റെ പരസ്യം റബ്ബറിയുന്നു, എന്നെ റബ്ബ് നിയന്ത്രിക്കുന്നു, എനിക്ക് റബ്ബ് നൽകുന്നു. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. ആ റബ്ബിലേക്ക് തിരിഞ്ഞൊരു മനസ്സ് വേണമല്ലോ. ആ മനസ്സ് സജീവമായി കിട്ടാൻ നീ ചിരി വർദ്ധിപ്പിക്കരുത് കേട്ടോ. ചിരി വർദ്ധിപ്പിക്കുന്നത് നിന്റെ മനസ്സിനെ നിർജീവമാക്കും കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു കൊടുത്ത ക്ലാസ് ആണ്. ഈ ക്ലാസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഓ സഹോദരന്മാരെ, ജീവിക്കുന്ന കാലം എത്രയാണെന്നതിനെ കുറിച്ച് ഒരറിവുമില്ലാത്ത ഞാനും നിങ്ങളും, എപ്പോൾ വിളിച്ചാലും പോകേണ്ട ഞാനും നിങ്ങളും പോകാൻ ഒരുങ്ങി ജീവിക്കാൻ തയ്യാറായാൽ അതാണ് കേട്ടോ ബുദ്ധി, അതാണ് കേട്ടോ വിവേകം, അതാണ് കേട്ടോ ചിന്ത. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ വന്നിട്ട് പറഞ്ഞില്ലേ, ഓ നബിയേ, ഇൽനി വ ഔജിസ്, തങ്ങൾ എനിക്കൊരു വഅദ് പറഞ്ഞു തരണം. അതൊന്ന് വളരെ സംക്ഷിപ്തമായി പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യമാണ് പറഞ്ഞത്. ഒന്നാമതായി പറഞ്ഞത്, ഇദാ ഖുംത ഫീ സലാതിക ഫസല്ലി സലാത ബുവദ്ദി. നീ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. യാത്ര പറയുന്നവന്റെ നിസ്കാരം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഇശാ നിസ്കരിക്കുമ്പോ കരുതണം, ഞാൻ സുബ്ഹിക്കുണ്ടാകണമെന്നില്ല. ഇതെന്റെ അവസാനത്തെ നിസ്കാരമാകാം.
അങ്ങനെ നീ ഓരോ നിസ്കാരവും നിർവഹിക്കുമ്പോ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. പിന്നീട് അവിടുന്ന് പറഞ്ഞു, മോനെ നീ നാളെ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ, പടച്ചവനെ ഞാനങ്ങനെ പറഞ്ഞു പോയതാണ്, ഞാനങ്ങനെ ചിന്തിച്ചു പോയതാണ്, ഞാൻ അറിയാതെ പെട്ടുപോയതാണ്, ഞാൻ അയാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് നാളെ കാരണം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സംസാരവും നിന്റെ നാവ് കൊണ്ട് നീ സംസാരിച്ചു പോകണ്ട. സംസാരിക്കുമ്പോ ശ്രദ്ധിച്ച് സംസാരിച്ചോ. നീ അറിയാത്തതൊന്നും പറയാൻ പോകണ്ട, ആവശ്യമില്ലാത്തതിലൊന്നും കടക്കാനും പോകണ്ട. നീ സംസാരം ശ്രദ്ധിച്ചു. മറ്റൊരു കാര്യം പറഞ്ഞു, ജനങ്ങളുടെ കയ്യിലുള്ളതിൽ നീ ആശ വെച്ച് കൂടണ്ട. ജനങ്ങളെ കയ്യിൽ കൊടുത്തവൻ അള്ളയാണ്. അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ്. നിന്റെ പ്രതീക്ഷ അള്ളാഹുവിൽ അർപ്പിച്ചോ. ജനങ്ങളെ കയ്യിലുള്ളത് ഇങ്ങ് കിട്ടണമെന്ന് നിന്റെ മനസ്സിൽ മറ്റൊരാളെ കയ്യിലുള്ളതിൽ ആശ വെച്ച് കൂടണ്ട. ഈ ജനങ്ങളെ കയ്യിലുള്ളതിൽ നിരാശനായിക്കോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദ് അവറുകളോട് എന്റെ മനസ്സിൽ വലിയ മതിപ്പുണ്ടാക്കിയ, വളരെ സ്നേഹമുളവാക്കിയ ഒരു സന്ദർഭമുണ്ട്. ഉസ്താദ് അവറുകളുടെ അടുക്കൽ വെച്ച് ഓതി പഠിക്കുമ്പോൾ മുതഅല്ലിമീങ്ങളായ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരാളോട് തൽക്കാലം പെന്നില്ലാത്തത് കൊണ്ട് പെന്ന് വാങ്ങിയിട്ട് ആ പെന്ന് കൊണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ പെന്ന് വേഗം തിരിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുക്കുമ്പോ ഈ പെന്ന് എഴുതാൻ നല്ല സുഖണ്ട് എന്ന് പറയാൻ പാടില്ല. ഈ പെന്ന് എഴുതാൻ നല്ല സുഖമുള്ള പെന്ന് എന്ന് പറയാൻ പാടില്ല. അപ്പോ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഉസ്താദ് പറഞ്ഞു, കാരണം അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം ഇത് എനിക്ക് തരുമോ എന്നാണ്. ഈ പെന്ന് എനിക്ക് തരുമോ എന്ന് ഉള്ളിലൂടെ ഒരു യാചനയാണത്. അങ്ങനെ പറയാൻ പാടില്ല. നേരെ മറിച്ച് ആ പെണ്ണ് തന്നതിന് അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കണം. ജസാക്കല്ലാഹു ഖൈറ, നിങ്ങൾക്ക് അല്ലാഹു ഖൈർ തരട്ടെ എന്ന് പറയാം. നേരെ മറിച്ച് ഈ പെണ്ണ് ഏതാ നല്ല സുഖണ്ട് എന്ന് ഒരു മുസ്ലിയാർ പറഞ്ഞാൽ അതിന്റെ മാന ആ പെണ്ണ് മുസ്ലിയാർക്ക് കിട്ടുമോ എന്നൊരു യാചനയാണ് എന്ന് ഉസ്താദ് വസിയ്യത്ത് ചെയ്തു. ഞാൻ ഓർക്കുക, ഒരു ദിവസം ഉസ്താദ് എന്നോട് ചോദിച്ചു, കുറെ ദിവസം ഞങ്ങൾ ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ ഞാനും ഉസ്താദ് ഒന്നായി പോകുന്ന ഒരു കാലം. അങ്ങനെ പോയി പലപ്പോഴും ചിലപ്പോൾ അത് ഭക്ഷണം കിട്ടാത്ത ദിവസങ്ങളുണ്ട്. രാത്രി കാരണം കഴിക്കാൻ പോകാൻ പറ്റൂല. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പട്ടിണി കിടന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ദിവസം ഉസ്താദ് എന്നോട് ചോദിച്ചു, നീ 5-10 ദിവസമായിട്ട് എന്റെ കൂടെ അങ്ങനെ ഒന്ന് പ്രസംഗിച്ചല്ലോ, നിനക്കൊന്നും കിട്ടിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പിന്നീട് കിട്ടും, ഇപ്പോഴൊന്നും അത് അങ്ങനെ ഒരു വിഷയമേ ആലോചിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉസ്താദ് എന്നോട് പറഞ്ഞു, ഒരു സ്ഥലത്തും പോയി വഅദ് പറഞ്ഞാൽ ആ വഅദ് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആരെങ്കിലും ഹദിയായിട്ട് വല്ലതും തന്നാൽ ആ തന്നത് എത്രയാണെന്ന് എണ്ണി നോക്കാൻ പാടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ എണ്ണി നോക്കിയിട്ടില്ല, നീയും എണ്ണി നോക്കാൻ പാടില്ല. എന്താണ്? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വല്ലതും തന്നത് കുറവാണെങ്കിൽ പിന്നെ അവിടെ ക്ഷണിച്ചാൽ പോവാൻ മനസ്സുണ്ടാവില്ല. അവിടെ പണ്ടിനെ എണ്ണി നോക്കാൻ പാടില്ല. സഹോദരന്മാരെ, ഈ താഴ്ന്ന ദുനിയാവിനെ പൂജിക്കുന്നതിന് പകരം മുന്തിയ ജീവിതത്തെ മനസ്സിൽ കണ്ട് ജീവിക്കണം. അതേസമയം ഒരു മനുഷ്യന്റെ കൈവശത്തിൽ പണമുണ്ടാകുന്നതിൽ തെറ്റില്ല, എത്ര ഉണ്ടാകുന്നതിലും തെറ്റില്ല. പക്ഷേ അത് ഹലാലാകണം. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ലോകമൊട്ടാകെ അടക്കി ഭരിച്ച രാജാവാണ്. ഏറ്റവും വലിയ പണക്കാരനാണ്. ബിൽക്കീസ് രാജ്ഞി സ്വർണം കൊടുത്തയച്ചവ പറഞ്ഞില്ലേ, അല്ല ഞങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് കിട്ടിയതിലൊക്കെ എത്രയോ വലുതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ പണക്കാരനായി നിശ്ചയിച്ചതാണ്. പക്ഷേ നബിയാണ്, റസൂലാണ്. അമ്പിയാക്കളിൽപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം യൂസുഫ് നബി റസൂലല്ലാന്ന് കക്കാട് പറഞ്ഞതാണ് നമ്മളെ ഒരു സിഡിയിലെ പ്രധാന വിഷയം തന്നെ.
സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഞാൻ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പണക്കാരനാണ്. പക്ഷേ എത്ര ലഭിച്ചിട്ടും അഹങ്കാരമില്ല, കിബിർ മനസ്സിന്റെ ഉള്ളിലില്ല, എന്റേതാണെന്ന ധാരണയും ഇല്ല. എല്ലാം കിട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനമടക്കം മുന്നിൽ ഒരു സെക്കൻഡിൽ ആസഫ് ഇബ്നു ബർഖിയ്യ റളിയല്ലാഹു അൻഹു എന്ന വലിയ കറാമത്ത് മുഖേന ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കൊട്ടാരത്തിന്റെ ഉള്ളിൽ പൂട്ടിവെച്ച സാധനം കറാമത്ത് കൊണ്ടെത്തിച്ചു കൊടുത്തു. ഇതെന്റെ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമാണ്, എന്നെ റബ്ബ് പരീക്ഷിക്കുകയാണ്. ഞാൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ടോ, ഞാൻ നന്ദി കേട് ചെയ്യുന്നുണ്ടോ? ഇത് പരീക്ഷണമാണെന്നല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നത്. എന്ത് കിട്ടുമ്പോഴും ഓർമ്മ വരുന്നത് അല്ലാഹുവിനെയല്ലേ, റബ്ബിന്റെ നിയമത്തല്ലേ. ഏത് സമയത്തും ഖൽബിലുള്ള ചിന്ത അല്ലാഹുവല്ലേ. ആ ചിന്ത കിട്ടിയവനല്ലേ സമാധാനമുള്ളത്, ആ ചിന്ത കിട്ടിയവനല്ലേ രക്ഷ പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിച്ച് മരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് മാത്രമേ ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അവിടെയും പറഞ്ഞില്ലല്ലോ, എന്റെ പവറാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രത്യേകമായി വസിയത്തായി പറയുന്നു, 2 കാര്യങ്ങൾ നമ്മൾ മറന്നു കളയണം. 2 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം. മറന്നു കളയേണ്ട 2 കാര്യം എന്താണ്? നമ്മളോടൊരാളൊരു തെറ്റ് ചെയ്താൽ അത് നമ്മൾ മറന്നു കളയണം. അയാൾ നമ്മളോട് ഇന്ന തെറ്റ് ചെയ്തവനാണല്ലോ എന്ന് നമ്മൾ ഓർമ്മിച്ച് നടക്കാൻ പാടില്ല, അത് നമ്മൾ മറന്നു കളയണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയെങ്കിൽ അല്ലാഹ് അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ അതിന് പകരം ചെയ്യണമെന്ന ചിന്തയോ, അയാൾ എന്നോട് ഇന്ന ഒരു തെറ്റ് ചെയ്തവനല്ലേ എന്ന ചിന്തയോ, വ്യക്തിപരമായി നമ്മളോടൊരു തെറ്റ് ചെയ്താൽ നമ്മൾ അതിങ്ങനെ ഓർമ്മിച്ച് നടക്കാൻ പാടില്ല, അതങ്ങ് മറന്നു കളയണം. അതോടുകൂടെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മറന്നു കളയേണ്ടത്, നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളങ്ങ് മറന്നു കളയണം. ഞാൻ ഇന്നാൾക്ക് ഇന്ന ഉപകാരം ചെയ്തു എന്ന് നമ്മൾ ഓർമ്മിച്ച് നടക്കാൻ പാടില്ല. കാരണം ഉപകാരം നമ്മളെ വകയിൽ ചെയ്തതല്ല, അല്ലാഹു നമുക്ക് തന്ന നിയമത്താണത്, അല്ലാഹ് തന്ന അനുഗ്രഹമാണത്. അത് നമ്മൾ ചെലവഴിച്ചു എന്നേ ഉള്ളൂ. ഒരു കടലാസിലൂടെ ഇരിഞ്ഞു പോകുന്ന ഉറുമ്പ് മനസ്സിലാക്കുന്നത് ഈ കടലാസിൽ എഴുതുന്നത് പെന്നിന്റെ നിബ്ബാണെന്നാണ്. വാസ്തവത്തിൽ എഴുതുന്നത് നിബ്ബല്ല കേട്ടോ, എഴുതുന്നത് പേനയല്ല കേട്ടോ, എഴുതുന്നത് കയ്യല്ല കേട്ടോ, എഴുതുന്നത് ഈ മനുഷ്യന്റെ പ്രവർത്തനം മാത്രമല്ല കേട്ടോ. അതിന്റെ പിന്നിൽ അല്ലാഹു കൊടുത്ത അറിവല്ലേ, പ്രവർത്തിക്കുന്ന മറ്റൊരു മനുഷ്യനല്ലേ. ഉറുമ്പ് മനസ്സിലാക്കുന്നത് എഴുതുന്നത് നിബ്ബാണെന്നാണ്. ഇതുപോലെ എനിക്കും നിങ്ങൾക്കും തോന്നും എന്റെ പ്രവർത്തനം കൊണ്ട് ഞാനത് ചെയ്തതാണ്, എന്റെ പവർ കൊണ്ടാക്കിയതാണ്, എന്റെ പ്രസംഗം കൊണ്ട് ചെയ്തതാണ്, എന്റെ പവർ കൊണ്ട് ചെയ്തതാണ്. വിഡ്ഢിത്തമാണ് സഹോദരാ. റബ്ബ് കൊടുത്തതേ കിട്ടൂ. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. റബ്ബിൽ നിന്നല്ലാതെ ഖൈറുമില്ല ശർറുമില്ല, എല്ലാം റബ്ബ് സൃഷ്ടിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തു പോയ മനുഷ്യൻ, ആ തെറ്റ് ചെയ്തു പോയ മനുഷ്യന്റെ തെറ്റ് നമ്മളങ്ങ് മാപ്പ് കൊടുത്ത് മറന്നു കളയണം. അതുപോലെ നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപകാരം നമ്മളെ മനസ്സിൽ ഓർമ്മിക്കാതെ അതങ്ങ് മറന്നു കളയണം. അതേസമയം 2 കാര്യം നമ്മളെപ്പോഴും ഓർമ്മിക്കണം. ഒന്ന്, നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, നമ്മൾക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ അതെപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങോട്ട് കിട്ടിയ ഉപകാരം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇങ്ങോട്ട് ചെയ്തു തന്ന ഉപകാരം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരം മറന്നു കളയണം.
നമ്മൾ രാഷ്ട്രീയക്കാരെ പോലെ നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അത് ഞാനാക്കി, ഇത് ഞാനാക്കി, ഇത് ഞങ്ങളാക്കി, ഇത് പറയുന്നൊരു കമ്പനിയായി നമ്മൾ അതപ്പതിച്ചു പോകാതെ നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ മറന്നു കളയണം. നമ്മൾക്കാരുപകാരം ചെയ്തോ അത് നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിക്കണം. അതുപോലെ നമ്മളോട് ചെയ്ത തെറ്റ് നമ്മൾ മറന്നു കളയണം. അതേ സമയത്ത് എപ്പോഴും അങ്ങോട്ട് ചെയ്തു പോയ തെറ്റ് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഏത് സൃഷ്ടിയോട് തെറ്റ് ചെയ്തു പോയോ, ഏത് സൃഷ്ടിയോട് തെറ്റ് ചെയ്തു പോയോ, സൃഷ്ടാവായ റബ്ബിനോട് തെറ്റ് ചെയ്തു പോയോ, ആ തെറ്റിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർമ്മിച്ച് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഖൽബ് അറിയുന്ന റബ്ബിലേക്ക് തിരിക്കണം. അവിടെയാണ് സമാധാനം, അവിടെയാണ് രക്ഷ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. എല്ലാ മുഅ്മിനീകളും താഴോട്ടിറങ്ങി വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. മഹാനായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അല്പം ഹദീസുകളുടെ അല്പം ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും പറയാൻ ധാരാളമുണ്ടെങ്കിലും സന്ദർഭം അനുയോജ്യമല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. കേട്ടിട്ടില്ലേ നിങ്ങൾ, ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ധിക്കാരിയായ ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരണ സംവിധാനം കിട്ടിയപ്പോ, അതെ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചപ്പോ ആ സ്ഥാനം ഉപയോഗിച്ച് ധാരാളം പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞവനാണ്, സഹാബത്തിനെ തന്നെയും കൊന്നുകളഞ്ഞവനാണ് ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഇങ്ങനെ ഒരു യാത്രക്കിറങ്ങി പോകുമ്പോ ഒരു മരുഭൂമിയിലെത്തിയപ്പോൾ ആ മരുഭൂമിയിൽ നിന്ന് അദ്ദേഹം അതാ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. റെസ്റ്റിന് വേണ്ടിയിരുന്നപ്പോ ആ റെസ്റ്റിന് വേണ്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം കൂടെയുള്ള ഒരാളോട് പറഞ്ഞു, ആരെങ്കിലും ഉണ്ടോ ഇവിടെ എങ്ങാനും ഭക്ഷണം ആവശ്യമുള്ളവരുണ്ടോ, ഇവിടെ എങ്ങാനും പാവപ്പെട്ടവരുണ്ടോ, നിങ്ങളൊന്ന് ചെന്നു നോക്കൂ. പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാളിങ്ങനെ നട്ടുച്ച സമയത്ത് പുതപ്പും പുതച്ച് കിടക്കുന്നത് കണ്ടു. ഈ അയക്കപ്പെട്ട വ്യക്തി പോയിട്ട് കാലുകൊണ്ടൊന്ന് തട്ടി. സുബ്ഹാനല്ലാഹ്, ആരെയും നമ്മൾ നിസ്സാരപ്പെടുത്തി പോകരുത്. അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിസ്സാരപ്പെടുത്താൻ അനുവദിക്കുന്ന മതമല്ല. ഇസ്ലാം തീവ്രവാദമല്ല. പരിശുദ്ധ ഇസ്ലാമിനെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. തീവ്രവാദത്തിന്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സ് ചൂഷണം ചെയ്ത് സുബ്ഹാനല്ലാഹ് സകാത്തിന്റെ പണവും പിരിച്ചെടുത്തിട്ട് ആഖിറം ചിന്തിക്കാതെ ഭീകര പ്രവർത്തനം നടത്തുന്നവരുണ്ട്. എവിടെയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഓ ജനങ്ങളെ, നിങ്ങളെ സകാത്ത് കാണുന്ന കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കാനുള്ളതല്ല, വന്ന് ചോദിക്കുന്നവരെ ഏൽപ്പിക്കാനുള്ളതല്ല. സകാത്ത് അവകാശികൾക്ക് എത്തിയില്ലെങ്കിൽ ഉത്തരവാദി നിങ്ങളാണ് കേട്ടോ. നല്ല ഓർമ്മ വേണം. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. കമ്മിറ്റി സകാത്തും കൂട്ടുപ്രാർത്ഥനയും സലഫിയുടെ നുണച്ചാക്കുകൾ എന്ന എന്റെ സീഡി നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അതിൽ ഞാൻ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റും വാചകങ്ങൾ ഉദ്ധരിച്ച് വിശദമായത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോ റബ്ബേ പഠിച്ചത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പഠിക്കാനുള്ള സംവിധാനം പരമാവധി ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറയേണ്ടതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേട്ടുനോക്കൽ അത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. അത് ഓരോ മനുഷ്യരെയും കേൾപ്പിക്കാൻ വേണ്ടി SSFന്റെ പ്രവർത്തകന്മാരെ, SYSന്റെ പ്രവർത്തകന്മാരെ നിങ്ങളോട് ഞാൻ ഉണർത്തുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സീഡികൾ, സുന്നത്ത് ജമാഅത്തിന്റെ മാസികകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പത്രങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ പുസ്തകങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അതാ ജനങ്ങളുടെ ഈമാൻ
നശിപ്പിക്കാൻ വേണ്ടി എല്ലാ വീട്ടിലും കയറി CD വിതരണം ചെയ്യുന്നവരുണ്ട്, പുസ്തകം വിതരണം ചെയ്യുന്നവരുണ്ട്. ദീനീ പ്രവർത്തനം കിടന്നുറങ്ങലല്ല. നമുക്ക് അല്ലാഹു തന്ന ബാധ്യത നമ്മൾ നിർവഹിക്കണം. നമ്മൾക്ക് അല്ലാഹു തന്ന ആരോഗ്യത്തെ കുറിച്ച് ചോദ്യമുണ്ട് ചെറുപ്പക്കാരെ, ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട് ചെറുപ്പക്കാരെ. ഓരോ വീട്ടിലും നമുക്ക് CD-കൾ എത്തിച്ചുകൂടെ? ഓരോ വീട്ടിലും കാസറ്റുകൾ എത്തിച്ചുകൂടെ? ഓരോ വീട്ടിലും നമുക്ക് മാസികകളും വാരികകളും എത്തിച്ചുകൂടെ? ഓരോ വീട്ടിലും നമുക്ക് സിറാജ് ദിനപത്രം എത്തിച്ചുകൂടെ? സുന്നി വോയിസ് എത്തിച്ചുകൂടെ? റിസാല വായിപ്പിച്ചുകൂടെ? അള്ളാഹു തന്ന സന്ദർഭങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം ചെലവഴിച്ചാൽ, അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യൻ നന്നായാൽ അത് പോരെ നമുക്ക് സമ്പാദ്യം. അൻയഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. ഒരൊറ്റ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് ഹിദായത്തായാൽ അമേരിക്കയുടെ ഭരണം കിട്ടുന്നതിനേക്കാൾ ഉത്തമമല്ലേ ചെറുപ്പക്കാരാ? ലോകമൊട്ടാകെ ഭരണവും ലോകമൊട്ടാകെയുള്ള സമ്പത്തും കിട്ടുന്നതിനേക്കാൾ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ, ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈർ ഒരൊറ്റ മനുഷ്യൻ സന്മാർഗത്തിലാകുന്നതാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് നമ്മുടെ പ്രവർത്തനം കൊണ്ടായാൽ നമുക്കത് സമ്പാദ്യമല്ലേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ച വ്യക്തി കാലുകൊണ്ട് തട്ടി ഒന്ന് വിളിച്ചു. ആരെയും കാലുകൊണ്ട് തട്ടി വിളിക്കുന്നത് ശരിയല്ല. ആരെയും, എല്ലാ ജനങ്ങളെയും ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം. നബി തങ്ങളോട് ചോദിച്ചില്ലേ മൽ ഇസ്ലാം? ഉടനെ തന്നെ മറുപടി പറഞ്ഞില്ലേ ത്വയ്ബുൽ കലാം വഇത്ആമുത് തആം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നല്ല സംസാരമാണ്. വഇത്ആമുത് തആം, ഭക്ഷണം കൊടുക്കലാണ്. അവിടുന്ന് മറുപടി പറഞ്ഞില്ലേ ആളുകൾക്കൊക്കെ ഭക്ഷണം നൽകുക. ഉള്ള ഭക്ഷണം കൊടുക്കുന്നത് മുടക്കലല്ല ഇസ്ലാം. ഭക്ഷണം കൊടുക്കുന്നത് മുടക്കുന്നത് ഇസ്ലാമിന്റെ നേരെ വിരുദ്ധ ചേരിയുടെ സ്വഭാവമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സംസാരമാണ്. തീവ്രവാദമല്ല, ഭീകരവാദമല്ല, ഭിന്നിപ്പുകളും അതുപോലെ അനൈക്യവും ഉണ്ടാക്കലല്ല. ലോകത്തിന് വരെ മുസ്ലിമീങ്ങൾ ജീവിച്ചു വന്നവർ കാഫറാണെന്ന് പ്രഖ്യാപിക്കലല്ല. ഇതുവരെ മക്കയിലും മദീനയിലും നടന്ന തറാവീഹ് ബിദ്അത്താണെന്ന് പറയലല്ല. മക്കയിലും മദീനയിലും 1400-ലധികം കൊല്ലമായി നടക്കുന്ന ജുമഅന്റെ ബാങ്ക് നരകത്തിലാണെന്ന് പറയലല്ല. ഇസ്ലാം തീബുൽ കലാം, നല്ല സംസാരമാണ് ഇസ്ലാം. വഇത്ആമുത് തആം, ഭക്ഷണം നൽകലാണ് ഇസ്ലാം. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ മിസ്കാത്തെങ്കിലും ഒന്ന് മറിച്ചു നോക്കൂ മുതഅല്ലിമീങ്ങളെ. അതുകൊണ്ട് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഒന്നും ചെറുപ്പക്കാര് പോകണ്ട. പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പണ്ഡിതന്മാരെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് മരണത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിച്ച് മരിക്കാൻ ശ്രമിക്കൂ ചെറുപ്പക്കാരെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല. നിരപരാധികളായ ആളുകളുടെ തലയിൽ ബോംബ് കൊണ്ടുപോയി വർഷിക്കുന്ന, നിരപരാധികളായ ആളുകൾ ടൗണിലെത്തുമ്പോൾ പൊട്ടിത്തെറിപ്പിക്കുന്ന ഈ തീവ്രവാദികളുടെ നിലപാടില്ലേ പരിശുദ്ധ ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കാത്ത സിദ്ധാന്തം. لا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا. ഖുർആൻ പറഞ്ഞില്ലേ ആരോടെങ്കിലുമുള്ള വൈരാഗ്യം നിങ്ങളെ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. എത്ര നിരപരാധികളെയാണ് ഓരോ രാഷ്ട്രത്തിലും കൊന്നൊടുക്കുന്നത്. ആരാണെന്ന് നമുക്കറിയില്ല. മുസ്ലിങ്ങളുടെ പേരിൽ പലരും കെട്ടിവെക്കുകയാണോ അതും നമുക്കറിയില്ല. മുസ്ലിങ്ങളുടെ പേരിൽ ചില ആളുകൾ വെറുതെ ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിക്കുകയാണ്, അതും നമുക്കറിയില്ല. നമ്മൾ അതിന്റെ പരിശോധനക്ക് പോയിട്ടുമില്ല. പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം കെട്ടിച്ചമക്കാനുള്ള കാരണക്കാരാകാൻ ഒരു തീവ്രവാദ പ്രവർത്തനത്തിനെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തുനിഞ്ഞാൽ അവനും അതിനുത്തരവാദിയാണ് കേട്ടോ. തീവ്രവാദ പ്രസംഗം നടത്തുന്നവരും അതിനുത്തരവാദിയാണ് കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇരിക്കട്ടെ, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ആ പ്രതിനിധി പോയി കാലുകൊണ്ട സാധു മനുഷ്യനെ തട്ടി വിളിച്ചു. ആ മനുഷ്യൻ എഴുന്നേറ്റു. നിന്നെ ഭരണാധികാരി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം നടന്ന് ഭരണാധികാരിയുടെ സമീപത്ത് വന്നു. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചോളൂ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ക്ഷണിക്കുകയാണ്. ആ മഹാമനുഷ്യന്റെ മറുപടി, നിങ്ങൾ ക്ഷണിക്കുന്നതിന് മുമ്പ്
എന്നെ നിങ്ങളെക്കാൾ വലിയവൻ ക്ഷണിച്ചുപോയി. അദ്ദേഹം ചോദിച്ചു, ആരാണത്? അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങളെക്കാൾ വലിയവൻ ക്ഷണിച്ചു എന്ന് പറഞ്ഞതിന് സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി എന്നെ പഠിച്ച രാജാവ് ക്ഷണിച്ചു. ആ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ സുന്നത്ത് നോമ്പെടുത്തുപോയി. അപ്പോഴാണ് ഹജ്ജാജിന്റെ ചോദ്യം, ഇത്രയും ചൂടും വെയിലുമുള്ള ദിവസമാണോ നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി കണ്ടത്? ഹജ്ജാജിനോട് ആ മനുഷ്യന്റെ മറുപടി, ഈ ദിവസത്തെക്കാൾ വളരെ കഠിനമായ ചൂടുള്ളൊരു ദിവസം, ആ ദിവസത്തിലുള്ള ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നോമ്പെടുത്തു ഹജ്ജാജേ. ഉടനെ ഹജ്ജാജിന്റെ പ്രതികരണം, നീ മറ്റൊരു ദിവസം നോമ്പെടുത്തോ, ഇന്ന് ഭരണാധികാരിയായ എന്റെ കൂടെ ഇരുന്നിപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചോ? അദ്ദേഹത്തിന്റെ മറുചോദ്യം, അല്ല ഹജ്ജാജേ, മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ നിങ്ങൾ പകരമെടുക്കാൻ പറയുന്നു. ചോദിക്കട്ടെ, വേറൊരു ദിവസം നോമ്പെടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്നതിന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ? മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് നിനക്കൊരുറപ്പ് തരാൻ പറ്റുമോ ഹജ്ജാജേ? ഹജ്ജാജിന് മറുപടിയില്ല. അപ്പോഴാ പറയുന്നത്, ഞാൻ പറഞ്ഞത് നല്ല രുചിയുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് ക്ഷണിച്ചതാണ്. അപ്പോഴാ മഹാന്റെ മറുപടി, ഇന്നമാ ത്വയ്യബത്തുൽ ആഫിയ. ഹജ്ജാജേ, നിനക്കറിയില്ലേ, എത്ര നല്ല രുചിയുള്ള ഭക്ഷണം നീ ഉണ്ടാക്കിയാലും പനിക്കുന്ന മനുഷ്യന് ബിരിയാണി കൊടുത്താൽ അവന് ആ ബിരിയാണിക്ക് രുചിയുണ്ടോ? രോഗമുള്ള രോഗിക്ക് ഭക്ഷണം കൊടുത്താൽ അവനത് കഴിക്കുന്നുണ്ടോ? ഭക്ഷണത്തിന്റെ രുചി എന്നത്, ഓ ഹജ്ജാജേ, അത് നിന്റെ പവറല്ല, നിന്റെ കുക്കിന്റെ പവറുമല്ല. ഇന്നമാ ത്വയ്യബത്തുൽ ആഫിയ, അത് ശരീരത്തിന് ആരോഗ്യം കൊടുത്ത രാജാവായ റബ്ബ് കൊടുത്ത ആരോഗ്യത്തിന്റെ പവറാണ് ഹജ്ജാജേ. നിങ്ങൾ എത്ര രുചി ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും രോഗിക്കത് കഴിക്കാൻ കഴിയുന്നില്ലല്ലോ, അവന് രുചി തോന്നുന്നില്ലല്ലോ. പനിക്കുന്നവന്റെ വയറ്റിൽ വായിൽ തൊള്ളയിലിടുമ്പോ അത് ചവർക്കുന്നുണ്ടല്ലോ. രുചിയും റബ്ബ് കൊടുക്കുന്നതാണ് ഹജ്ജാജേ. ഏത് നിഅമത്ത് കിട്ടുമ്പോഴും നിഅമത്തെല്ലാം എന്നെ പടച്ച റബ്ബിൽ നിന്നാണെന്ന് ഓർമ്മിച്ച് ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കണം സഹോദരന്മാരെ. ആ ഇബാദത്ത് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ നിബന്ധനയാണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഖൽബ് ശുദ്ധിയായവരിൽ നിന്ന്, ഭക്തിയുള്ളവരിൽ നിന്ന്. അതേ അത്തഖ്വാ ഹാഹുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൽബ് നല്ലവരിൽ നിന്നേ അല്ലാഹ് ഏത് അമലും സ്വീകരിക്കൂ. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അഹ്ദസ ഔ ആവാ മുഹദ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ആര് സുന്നത്ത് ജമാഅത്തിന്റെ ആ പടിയിറങ്ങിപ്പോയോ, ആര് സുന്നത്ത് ജമാഅത്ത് വിട്ട് പുത്തനാശയക്കാരനായോ, ആര് ആ ആശയം സ്വീകരിച്ചവന് അഭയം നൽകി, അവന് അഭയം നൽകി കൂട്ടുപിടിച്ചോ, ആര് അവനതാ അഭയം നൽകിയോ, അവന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നവനെ അള്ളാഹ് ദൂരീകരിച്ചു പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ ലഅനത്തും മലായികത്തിന്റെ ലഅനത്തും സജ്ജനങ്ങളുടെ ലഅനത്തും ലഭിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞില്ലേ, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ.
ഫർളും സുന്നത്തുമായ ഒരൊറ്റ അമലും സുന്നത്ത് ജമാഅത്തിന്റെ പടിയിറങ്ങിപ്പോയവരിൽ നിന്ന് തിരിച്ചു വരാത്ത കാലത്തോളം അല്ലാഹ് സ്വീകരിക്കൂല. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ചെറുപ്പക്കാരെ, ഏതെങ്കിലും പുതിയ ആശയക്കാരുടെ സീഡി കേട്ടിട്ടോ പ്രസംഗം കേട്ടിട്ടോ മാസിക വായിച്ചിട്ടോ അവൻ ക്ലാസ് എന്ന പേരിൽ വല്ല പരിപാടിയും സംഘടിപ്പിച്ചിട്ടോ നിന്റെ ഈമാൻ പണയം വെക്കാൻ വേണ്ടി നീ അവിടെ പോയി ഇരുന്ന് നിന്റെ ഈമാൻ നശിപ്പിച്ച് നിന്റെ അമല് മുഴുവനും സ്വീകരിക്കുന്നതിൽ നിന്ന് തടയപ്പെടുന്ന രംഗത്തേക്ക് അതപ്പതിച്ചു പോകുന്നത് ഏറ്റവും ഭയപ്പെടേണ്ടതും സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് എന്നെ പടക്കപ്പെട്ട് തർക്കിക്കാനല്ല, തർക്കം കൂടാനല്ല, എന്നെ പടക്കപ്പെട്ടത് ബിസിനസ്സിനല്ല, കൃഷിക്കല്ല, അതൊന്നും വേണ്ടെന്നല്ല. അതേ സമയം എന്നെ പടക്കപ്പെട്ടത് എന്റെ റബ്ബിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനാണെന്ന ബോധത്തോടെ ചിന്തയോ ഖൽബ് നന്നാക്കി ജീവിച്ച് മരിക്കലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയമെന്ന്. ആ നിലക്കൊരു നല്ല പ്രകാശമുള്ള ഖൽബോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.